എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജൂൺ 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കാത്തിരുന്ന ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതിയും സമയവും പ്രഖ്യാപിച്ചു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ അധികം താമസിക്കില്ല PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഉണ്ടാകും എന്ന്. പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം ചെയ്തത് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിനുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു. 9.3 കോടി കർഷകർക്ക് 20,000 കോടി രൂപയാണ് PM കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത്. ഈ വർഷത്തെ ആദ്യ ഗഡു, അതായത് 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ ഗഡുവിന്റെ വിതരണമാണ് നടക്കുന്നത്. ഓരോ സാമ്പത്തിക വർഷവും ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസത്തിലാണ് ആദ്യ ഗഡു ലഭിക്കുന്നത്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ രണ്ടാം ഗഡുവും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ മാസങ്ങളിലെ മൂന്നാം ഗഡുവും ലഭിക്കും. എന്തായാലും PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാം ഗഡുവിന്റെ തുക വിതരണത്തിനുള്ള തീയതിയും സമയവുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 18ാം തീയതി, അതായത് അടുത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 11:30 പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ വെച്ചാണ് തുക വിതരണം നടക്കുന്നത്. സാധാരണത്തെ പോലെ ഒരു പൊതു സമ്മേളനത്തിൽ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തന്നെയാണ് തുക വിതരണം നടത്തുക. പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തുള്ള 9.3 കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് DBT ട്രാൻസ്ഫർ വഴി ആ തുക എത്തിച്ചേരുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, 18ാം ലോകസഭയുടെ ആദ്യ സമ്മേളനം ജൂൺ 24 ആരംഭിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞു. ജൂലൈ 3 സഭാ സമ്മേളനം അവസാനിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MPമാരുടെ സത്യപ്രതിജ്ഞയാണ് സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. ആദ്യത്തെ 3 ദിവസങ്ങളിലായി MPമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. ജൂൺ 27 സംയുക്ത സഭാ സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സർക്കാരിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ച് രാഷ്ട്രപതി പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. രാജ്യസഭയുടെ 246ാമത് സമ്മേളനമാണ് ജൂൺ 27 തുടങ്ങുന്നത്. ജൂലൈ 3 ഇത് അവസാനിക്കുക. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് പിന്നാലെ ജൂൺ 27 പ്രധാനമന്ത്രി പുതിയ മന്ത്രിമാരെ സഭയിൽ അവതരിപ്പിക്കും. അതേസമയം കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച് കിരൺ റിജു പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ജൂലൈ 22 ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 1 ഇടക്കാല ബജറ്റ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. 17ാം ലോക്സഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരി 31 മുതൽ ഫെബ്രുവരി 10 വരെയാണ് നടന്നത്. കുവൈത്തിൽ മലയാളിയുടെ ഉടമസ്ഥയിലുള്ള തൊഴിൽ ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി. 45 പേർ മരിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക്. മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് വിവരം. നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. കാരണം വ്യക്തമല്ല. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച തീ കെട്ടിടത്തിലേക്ക് ആളിപ്പടരുകയായിരുന്നു. മലയാളികൾ അടക്കമുള്ള ഒട്ടേറെ പേർ ക്യാമ്പിൽ താമസിച്ചിരുന്നു. മരിച്ചവരിൽ 11 മലയാളികളാണ് എന്നാണ് പ്രാഥമിക വിവരം. 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ ഇന്ത്യ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 00-55-05-246 എന്നതാണ് ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ. കുവൈത്ത് തീപിടുത്തത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. അതായത് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണങ്ങളും അത് മുഖാന്തരമുള്ള പിഴ ഈടാക്കലും വീണ്ടും ആരംഭിക്കുകയാണ്. ഇലക്ഷനോടനുബന്ധിച്ച് പരാതി നൽകിയാലും ആ ഒരു നടപടിയിലേക്ക് കടന്നിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും ഈ ഒരു നടപടി ആരംഭിക്കും എന്ന് ഭക്ഷ്യമന്ത്രി തന്നെ ഇന്നലെ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ആ വീടുകളിൽ സന്ദർശനം നടത്തും. റേഷൻ ഇൻസ്പെക്ടർമാരോ റേഷൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരോ ഈ അന്വേഷണത്തിന് ഒരു വീട്ടിലേക്ക് വരികയാണ് എങ്കിൽ ആ പ്രദേശത്തുള്ള വീടുകളും പരിശോധിക്കും. അങ്ങനെയാണ് നടക്കുന്നത്. അല്ലാതെ പരിശോധനക്കായിട്ട് ഏതെങ്കിലും ഏരിയയിലേക്ക് പോകുന്ന ഒരു രീതിയില്ല. പക്ഷേ ഏതെങ്കിലും സ്ഥലത്തെ ഒരു പരാതി ലഭിച്ചാൽ ആ പ്രദേശത്ത് ഒരു പരിശോധന നടത്തും. പ്രത്യേകിച്ചും ഇരുനില വീടുകൾ, വലിയ
കോൺക്രീറ്റ് ചെയ്ത വീടുകൾ, വാഹനങ്ങൾ ഉള്ള വീടുകൾ, ഇവിടെയെല്ലാം പ്രഥമ ദൃഷ്ട്യാ ഈ ആളുകൾക്ക് ഇങ്ങനെ കണ്ടാൽ ഈ വീട്ടിൽ കയറിയിട്ട് റേഷൻ കാർഡ് ഒന്ന് പരിശോധിക്കുന്ന രീതി ഉണ്ടാകും. അനർഹമായ മുൻഗണനാ റേഷൻ കാർഡാണ് അവരുടെ കയ്യിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഓപ്പറേഷൻ യെല്ലോ എന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണ്. ഇതു മുഖാന്തരം സ്വമേധയാ തിരിച്ചേൽപ്പിച്ചവരും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് 7 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ പിഴ ഈടാക്കിയിട്ടുള്ളത് എന്നും ഭക്ഷ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു അന്വേഷണവും പരിശോധനയും വീണ്ടും നടത്തുകയാണ്. അപ്പോൾ പല ആളുകളും കരുതും ഇനി നമ്മൾ സ്വന്തമായിട്ട് ഇതുമായിട്ട് മുൻഗണനാ കാർഡ് തിരിച്ചേൽപ്പിക്കണോ എന്ന്. സ്വന്തമായിട്ട് തിരിച്ചേൽപ്പിച്ചാലും പിഴയുണ്ടാകും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇനി തിരിച്ചേൽപ്പിക്കേണ്ട, അതിനുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പരിശോധനയിൽ പിടിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്കെതിരെ വലിയ ഫൈൻ ഉണ്ടാകും. എത്ര കാലമാണോ ഈ അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ വിപണി മൂല്യമാണ് പിഴയായിട്ട് ഈടാക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമായിട്ട് 7 കോടിയിലധികം രൂപയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിട്ട് പിഴയായിട്ട് ഈടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുള്ള പല ആളുകളും പുറത്തു നിൽക്കുന്നുണ്ട്. നിലവിൽ അവരുടെ അപേക്ഷ ക്ഷണിച്ച് അവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റണമെങ്കിൽ നിലവിൽ അനർഹമായിട്ടുള്ള ആളുകൾ പുറത്തു പോവേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യ വിവരം നൽകുന്ന ആളെക്കുറിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വിവരവും പുറത്തു വിടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. 1967 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. ടോൾ ഫ്രീ നമ്പറാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകു വശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പറിൽ വിളിച്ചിട്ടും നിങ്ങൾക്ക് അനർഹമായ മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ പരാതി നൽകാവുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു അറിയിപ്പ് ലഭിക്കാത്തത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാത്തത്. ഏറെ കാലത്തിന് ശേഷം കഴിഞ്ഞ മാസം 1 മാസത്തെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. നമ്മൾ ഈ മാസം ഉണ്ടാകുമോ എന്നുള്ള വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉണ്ടാകുകയാണ് എങ്കിൽ അവസാനത്തോട് കൂടിയിട്ട് ആ ഒരു തുക ഒരു 1600 നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ കഴിഞ്ഞ 6 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അത് നൽകുന്ന സമയത്ത് ഒരുമിച്ച് നൽകാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില അറിയിപ്പുകൾ നോക്കാം. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പുതിയ കരസേനാ മേധാവിയായി ജൂൺ 30 ചുമതലയേൽക്കും. താൻ സാധാരണ മനുഷ്യനാണ് എന്നും വലിയ സങ്കടത്തിലാണ്, ഏത് മണ്ഡലം നിലനിർത്തണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ പ്രസംഗത്തിനിടെ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില ഉയർന്നു. പവന് 240 രൂപ വർദ്ധിച്ച് 52,920 രൂപയായിട്ടുണ്ട്. ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 6,615 രൂപയായിട്ടുണ്ട്. നാളെ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.